അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അൽഹംദുലില്ലാഹ്, നമുക്ക് ഇന്നത്തെ ഡേയിലത്തെ ടാസ്കിൽ നമുക്കൊരു ദുആ പഠിച്ചാലോ. അപ്പോൾ നമ്മളെ ദുആ വന്നിട്ട് അല്ലാഹുമ്മഹ്ദിനി വസദ്ദിദിനി, അല്ലാഹുമ്മഹ്ദിനി വസദ്ദിദിനി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഓ അല്ലാഹ് ഗൈഡ് മീ ആൻഡ് മേക്ക് മീ സ്റ്റെഡ് ഫാസ്റ്റ്, അല്ലെങ്കിൽ കീപ് മീ അപ്റൈറ്റ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ, അല്ലാഹുമ്മ ഓ അല്ലാഹ്, ദിനി ദിനി എന്ന് പറയുമ്പോൾ നമ്മൾ അധികം കേൾക്കുന്നതാണല്ലേ, ദീന സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് തന്നെ നയിക്കണമേ. അപ്പോൾ ഗൈഡ് മീ, നയിക്കണമേ ആണ്. പിന്നെ വ എന്ന് പറയുമ്പോൾ ആൻഡ്, അറബിയിൽ നമ്മൾ ആൻഡിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സദ്ദിദിനിൻ്റെ മീനിങ് വരുന്നത് മേക്ക് മീ സ്റ്റെഡ് ഫാസ്റ്റ്, അതിൽ തന്നെ എപ്പോഴും ഉണ്ടാക്കാൻ ആ പാത്തിൽ തന്നെ എപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ പാത്തിലേക്ക് തന്നെ നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മൾ ഗ്ലൂ ചെയ്ത പോലെ ആ പാത്തിൽ എപ്പോഴും നമ്മൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ നീ ആക്കിത്തരണമേ. നല്ലൊരു പാത്തിലേക്ക് നീ ഗൈഡ് ചെയ്യണേ, അതേപോലെ തന്നെ ആ പാത്തിൽ തന്നെ എപ്പോഴും ആക്കിത്തരണേ എന്നുള്ള രീതിയിലാണ് ഇതുവാൻ്റെ അർത്ഥം വരുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് പല വഴികൾ കാണാൻ പറ്റും. നമുക്കതിൽ ഈവൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ് നേരായ വഴി, ഏതാണ് നേരാവാത്ത വഴി എന്നുള്ളത് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പോലും നമുക്ക് പറ്റാറില്ല. അപ്പോൾ നമ്മൾ അതിൽ യാ ഹാദി അല്ലാഹ്, നമ്മുടെ ഗൈഡ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് റബ്ബാണ്. നമ്മൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും, എവിടെ പോകുന്നുണ്ടെങ്കിലും, എവിടെ വരുന്നുണ്ടെങ്കിലും, എന്തൊരു പുതിയൊരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹ് വിൽ ഗൈഡ് മീ, അൽ ഹാദിൽ നമ്മൾ ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് ഇറങ്ങുന്നത്. കാരണം നമുക്കറിയില്ല ആ ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അത് എത്രത്തോളം റൈറ്റ് ആണെന്നുള്ളത്, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അത് എത്രത്തോളം ബെറ്റർ ആണെന്നുള്ളത് ഒന്നും നമുക്കറിയില്ല. നമ്മൾ അൽ ഹാദിൽ ആ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ റൈറ്റ് പാത്തിലായിരിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലേ. ഇപ്പോൾ എന്താക്കണം, നമ്മളെപ്പോഴും റബ്ബിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മളെപ്പോഴും അൽഹാദിൽ നമുക്ക് പൂർണ്ണമായ തവക്കലുണ്ടായിരിക്കണം. നമ്മളെപ്പോഴും റബ്ബിനോട് ചോദിക്കണം. അപ്പോൾ അത് ചോദിക്കാനുള്ള ഒരു ദുആ ആണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡേയിൽ, ഈ ഒരു ടാസ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ദുആ എന്ന് പറയുന്നത് എന്താക്കുക, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നിസ്കാരത്തിൻ്റെ സമയത്തായാലും, അതല്ലാതെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ അൺസർട്ടിനിറ്റി ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, അത് ചൂസ് ചെയ്യണോ, ഇത് ചൂസ് ചെയ്യണോ, അതറിയാത്ത സമയത്ത് എന്താക്കുക, അള്ളാഹിനോട് ചോദിക്കുക. അൽ ഹാദിയായ റബ്ബിനോട് പറയാം, അല്ലാഹുമ്മഹ്ദിനി വസദ്ദിദിനി, അള്ളാഹ് എനിക്ക് നീ നേരായ പാത കാണിച്ചു തരണേ, അതിൽ എന്നെ സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് നീ കൊണ്ടുപോയിക്കണേ എന്നുള്ള രീതിയിൽ എന്താക്കുക, അള്ളാഹിനോട് ആ നേരായ വഴിക്ക് വേണ്ടിയിട്ട് ചോദിക്കാം. നമുക്ക് ഗൈഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് ദുആ ഉണ്ടല്ലേ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അതിലൊരു ദുആ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പേ അറിയുന്നതായിരിക്കാം, ചിലപ്പോൾ അറിയാത്തതായിരിക്കാം. എന്തായാലും എന്താക്കുക, ദുആ പഠിക്കുക, അതിൻ്റെ അർത്ഥം പഠിക്കുക. അതെന്താക്കുക, ഇതുപോലത്തെ എന്ത് സിറ്റുവേഷൻ ആയാലും, നിസ്കാരത്തിന് ശേഷമായാലും എന്താക്കുക, മനസ്സറിഞ്ഞുകൊണ്ട് അത് ദുആ ചെയ്യാൻ നോക്കാം. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്. പക്ഷേ ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇങ്ങനെ പൊട്ടിക്കിടക്കാനല്ല, നമുക്കൊരു പിടിയൊന്നും ഇല്ല അതിനെ പിടിച്ച് പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് പേടിയായിരിക്കും ആ ബ്രിഡ്ജിലൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഇറങ്ങുന്നത് എന്തെങ്കിലും ഒരു വിശ്വാസത്തോടെ ആയിരിക്കും നമ്മൾ ഇറങ്ങുക. അപ്പോൾ പൂർണ്ണമായും അൽ ഹാദിയായ റബ്ബിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും അങ്ങനെയാണ്, നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടല്ല എടുക്കുന്നത്. നമ്മൾ ആ ഒരു തവക്കലിൽ കൂടിയിട്ട് അത് ശരിയാക്കുന്നുള്ള ആ ഒരു വിശ്വാസത്തിലൂടെയാണ് നമ്മൾ എന്താക്കുന്നത്, ആ ഒരു സ്റ്റെപ്പിലേക്ക് ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ എന്താക്കുക, ഈ ഒരു ദുആ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദുആ പഠിക്കുക, അതിൻ്റെ റിഫ്ലക്ഷൻസ് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.